ലെവൽ റോഡിൽ അല്ലല്ല ട്രെയിനിങ് ടൈം അതെ നമ്മളും അങ്ങനെ രാമപുരത്തുനിന്ന് മാസം നിന്നിട്ടില്ല ഓർമ്മയിലോട്ട് രാജേഷ് വേസ്റ്റ് ഉള്ളിലുണ്ട് ആള് ഭാഗത്താളുള്ളത് ഇത് ബോംബ് സ്ക്വാഡിന്റെ എസ് ഐ ആണ്. അപ്പോൾ അദ്ദേഹങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചേ. ഏത് തരത്തിൽ നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യാനുള്ള പുതിയ ആൾക്കാരാണ്. ഇപ്പോൾ വാസിയോട് കഴിഞ്ഞാണോ? അപ്പോൾ ഇതുവരെ എക്സ്പ്ലോസീവ് റെയ്ഡ് ചെയ്തിട്ടില്ല. എക്സ്പ്ലോസീവ് റെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പേഴ്സണൽ ഓപ്പൺ ആയിട്ടുള്ള സാധനം ലത്തിയ. ഈ ലത്തിക്ക് പൊതുവെ പോലീസിന് മാത്രമല്ല ആർക്കാണെങ്കിലും നമ്മുടെ ഒരു വടി ഉണ്ടെങ്കിൽ നമ്മൾ കാട്ടുകൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊണ്ടൊരു സ്വഭാവമാണ്. ആർക്കായാലും ഉണ്ടാവുന്ന സ്വഭാവമല്ല, പോലീസിന് കൃത്യമായിട്ടുള്ള സ്വഭാവമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ അപകടകരമായൊരു ഡ്യൂട്ടിയാണ്. കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ അപകടമില്ല, കണ്ടു കിട്ടിയാൽ സാധാരണ അപകടകാരിയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊന്നും ഒരിക്കലും ഈ വടി വെച്ചിട്ട് അടിച്ചിട്ട് നോക്കാനൊന്നും പാടില്ല. നമ്മൾ കാടൊക്കെ കണ്ട വടി അതുകൊണ്ട് വളരെ മാറ്റി നോക്കാം, തെറ്റിപ്പയോഗിച്ച് മാറ്റി നോക്കാം. ഇത് കാരണവശാലും അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചവിട്ടിയാൽ ഇത് പൊട്ടും. അപ്പോൾ നടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മൂവ് ചെയ്യാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മൂവ് ചെയ്യുക. അത്ര ഈ കാടൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഇളക്കി നോക്കിയിട്ട് പോകും, അല്ലാതെ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ ബോംബാണെങ്കിൽ തട്ടിയാൽ പൊട്ടും. അതുപോലെ തന്നെ നാടൻ ബോംബും പൊട്ടും. സ്റ്റീൽ ബോംബിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് നാടൻ ബോംബ്. മഴയത്തും അവര് നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടാൽ ചിലപ്പോൾ തോന്നും കടലാസ് പേപ്പറൊക്കെ നനഞ്ഞെടുക്കാം, പക്ഷേ അതിനകത്ത് വെള്ളം കയറില്ല. അപ്പോൾ അതിനുള്ള സജ്ജീകരണമൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു കാരണവശാലും നെറ്റി ഉപയോഗിച്ച് അടിച്ച് നോക്കി പോകരുത്, മാറ്റി നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ പോകുമ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ഒരു വ്യൂ മുകളിലേക്ക് നോക്കണം. നമ്മൾ ചിലപ്പോൾ ഈ ബുഷി ലാൻഡിൻ്റെ മുകളിലൊക്കെ കൊളത്തിയിട്ടിട്ടുണ്ടാവും, കവറുകളുണ്ടാവും. അത് നമ്മൾ അടിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു സംശയം കണ്ടു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും വിളിച്ചാൽ മതി, നമ്മൾ പോയിട്ട് കൃത്യമായിട്ട് നോക്കും. നിങ്ങളത് എടുക്കാനൊന്നും പോകണ്ട. സംശയമുള്ള സാധനം കണ്ടാൽ നോക്കിയിട്ട് സംശയമാണ് തോന്നിയ ഒരു കാരണവശാലും നിങ്ങളത് എടുത്തു നോക്കണ്ട. അത് നമ്മളറിയിച്ചാൽ നമ്മൾ എടുത്തോളും കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട. അവനവൻ്റെ സുരക്ഷയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത്. നമ്മൾ ജീവൻ സേഫായാൽ എല്ലാവരും സേഫായി, ബാക്കിയുള്ള സാധനം നമുക്ക് കണ്ടെടുക്കാനും പറ്റും. അല്ലെങ്കിൽ അത് പൊട്ടി നാശവനെ പറ്റി നമുക്കൊന്നും മനസ്സിലാക്കാനും കഴിയില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ ആദ്യം അവനവൻ്റെ ജീവൻ സേഫ്റ്റി ആയിക്കൊണ്ട് ഓരോ ജോലിയും ചെയ്യാം കൃത്യമായിട്ട്. പറഞ്ഞ പോലെ നടക്കുമ്പോൾ അതായത് നമ്മൾ ആദ്യസമായിട്ട് ചാടുക, അങ്ങോട്ട് ചാടുകയും ചെയ്യരുത്. ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് റൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ചാടുമ്പോൾ ചാട്ടത്തിൽ അവിടെ ഇതിലുണ്ടെങ്കിൽ ഉണ്ടാവും പൊട്ടും. അപ്പോൾ സേഫായ സ്ഥലത്ത് മാത്രമേ ചാടാൻ പാടുള്ളൂ എന്നർത്ഥം. ചാടരുത് എന്നല്ല പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ എനിക്ക് ചാടാൻ വയ്യാതെ നിൽക്കരുത്, ചാടണം. ചാടുന്നത് സേഫ്റ്റിയായ സ്ഥലത്തായിരിക്കണം. അപ്പോൾ നോക്കിയിട്ട് കണ്ടും കൃത്യമായിട്ട് ചെയ്യുക കാര്യങ്ങൾ.